വിവാഹിതരായ പുരുഷന്മാരിൽ ആത്മഹത്യാ പ്രവണത കൂടുന്നു. പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്ന ഈ കണക്കുകൾ കേരളത്തിലേതാണ്. പുരുഷന്മാർക്ക് വംശനാശം സംഭവിക്കുമെന്ന പുതിയ പ്രവചനങ്ങൾക്ക് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. ജനസംഖ്യയിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ള കേരളത്തിൽ സ്റ്റേറ്റ് ക്രൈം ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം സ്ത്രീ പുരുഷ ആത്മഹത്യാ അനുപാതം 20.80 ആണ്. കോഴിക്കോട് ആസ്ഥാനമായി തണൽ ആത്മഹത്യാ പരിശോധനാ കേന്ദ്രമാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സുകളുടെ കണക്കുകൾ പ്രകാരം പഠനം നടത്തിയത്. ആത്മഹത്യകളുടെ എണ്ണം 2022 8490 നിന്നും 2023 ആയപ്പോഴേക്കും 10972 ഉയർന്നു. ഇതിൽ 8811 പേരും പുരുഷന്മാരാണ്. കേരളത്തിലെ കണക്കെടുത്താൽ 45 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിലാണ് ആത്മഹത്യാ പ്രവണത കൂടുതലായും കണ്ടുവരാറുള്ളത്. സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മലപ്പുറത്ത് ആത്മഹത്യകളുടെ എണ്ണം വളരെ കുറവാണ്. എന്നിരുന്നാലും വടക്കൻ ജില്ലയിലും ആത്മഹത്യകളുടെ എണ്ണത്തിൽ നേരിയ വർധനമുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 15നും 45നും ഇടയിൽ പ്രായമുള്ളവരാണ് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നതിൽ ഭൂരിഭാഗവും എന്ന് സ്ഥിതിവിവര കണക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. സ്ത്രീ പുരുഷ അനുപാതം 3.1 ആയ കേരളത്തിൽ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്തവരിൽ 78% വിവാഹിതരാണെന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ പ്രവണത സ്വീകരിച്ചവരിൽ ഭൂരിഭാഗവും അവിവാഹിതരാണെന്നുമാണ് സ്ഥിതിവിവര കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. ഇനി ഇവരെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 39% ആത്മഹത്യകൾക്കും കാരണം ഗാർഹിക പ്രശ്നങ്ങളായിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പുതുതലമുറയുടെ കഴിവില്ലായ്മയും ബദൽ പരിഹാരങ്ങൾ പരിഗണിക്കാനുള്ള ക്ഷമയില്ലായ്മയുമാണെന്നാണ് ഈ കണക്കുകൾ പ്രതിഫലിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആത്മഹത്യകൾ 69.5% കാരണം ശാരീരികവും മാനസികവുമായ രോഗങ്ങളാണ്. കേരളത്തിൽ മാനസിക രോഗം മൂലം ആത്മഹത്യ ചെയ്തവർ ദേശീയ ശരാശരിയേക്കാൾ 5% കൂടുതലാണ്. 1 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയിൽ 132 പേർ മാനസിക വൈകല്യമുള്ളവരാണെന്ന് നാഷണൽ സാമ്പിൾ സർവേ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത് 282 എണ്ണം ദേശീയ കണക്കിനേക്കാൾ ഇരട്ടിയാണ്. എണ്ണം കൂടുതലാണെങ്കിലും സംസ്ഥാനം ഈ വിഷയത്തിൽ കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത്. സമയബന്ധിതവും ഫലപ്രദവുമായ ചികിത്സ ലഭ്യമാക്കിയാൽ നിരവധി ആത്മഹത്യകൾ തടയാനാകും. വിഷാദരോഗം, അമിത മദ്യപാനം, മയക്കുമരുന്നിന് അടിമപ്പെടൽ, സ്കീസോഫ്രീനിയ തുടങ്ങിയ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരിൽ ആത്മഹത്യാ പ്രവണത 10 മുതൽ 15% വരെയാണ്. പ്രാരംഭഘട്ടത്തിൽ തന്നെ അവരെ ചികിത്സിക്കുന്നത് അവരെ സ്വയം ആത്മഹത്യയിലേക്ക് തള്ളുന്നതിൽ നിന്ന് തടയാൻ കഴിയും. ശാരീരികവും മാനസികവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിരവധി ഘടകങ്ങൾ ആത്മഹത്യ ചെയ്യാനുള്ള ഒരാളുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഏതൊരു ആത്മഹത്യയ്ക്കും ഒരേ ഒരു പ്രേരണ മാത്രമായി ആരോപിക്കുന്നത് അശാസ്ത്രീയമാണ്. സമീപകാലത്ത് കേരളം നിരവധി മാറ്റങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. അവയും കണക്കിലെടുത്താണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നവ ഇവയൊക്കെയാണ്. നിരവധി പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, നാട്ടിലേക്ക് മടങ്ങി. COVID-19 കാരണം ബിസിനസ്സുകൾ തകർന്നു. മയക്കുമരുന്നിനോടുള്ള കൂടുതൽ ആസക്തി, ലോക്ക്ഡൌണിന് ശേഷമുള്ള കൗമാരക്കാരിലെ പെരുമാറ്റങ്ങൾ, പാശ്ചാത്യ സംസ്കാരത്തിനോടുള്ള അന്ധമായ ആസക്തി, സാംസ്കാരിക അപജയം, ആത്മഹത്യകളെ മഹത്വപ്പെടുത്തുന്ന സിനിമകളും ടെലിവിഷൻ സീരിയലുകളും, വർദ്ധിച്ചു വരുന്ന പ്രകൃതിക്ഷോഭങ്ങളും മറ്റും ശരാശരി മലയാളിയുടെ മാനസിക സന്തുലിതാവസ്ഥയെ ബാധിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ പുരുഷന്മാരുടെ മാനസിക നില മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ കേരളം വലിയൊരു പ്രതിസന്ധി തന്നെ നേരിടേണ്ടി വരുമെന്നത് തീർച്ച തന്നെ.